അയ്യോ അയ്യോ എന്റെ അമ്മേ, എന്റെ കാല് വേദന എടുക്കണേ അമ്മേ. ഇവിടെ ആരുമില്ലേ? ഓ ഒന്നും പറയണ്ട മോളെ, നേരം വെളുക്കുമ്പോ തുടങ്ങും രണ്ട് കാലിൽ ഒരു കടച്ചില്. ചില ദിവസം ജീവൻ പോകുന്ന പോലുള്ള കടച്ചില. കണ്ട മോളെ, എന്റെ പ്രാണം പോവുക. ഞാൻ ചെറിയച്ഛനെ വിളിക്കട്ടെ? ചെറിയച്ഛൻ അമ്മായിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് വേണ്ട. തെറ്റും മാപ്പും ഒക്കെ പറഞ്ഞ് ഇന്നലെ അമ്മായി വന്നു കേറിയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എന്റെ ഏട്ടന്മാർക്ക് ഒരു ഭാരാവണ്ട. മോളെ, മോക്ക് പറ്റുമെങ്കിൽ ഒരു ഇത്തിരി ചൂടുവെള്ളം പിടിച്ച് എന്റെ കാലൊന്ന് പിടിക്കോ? എങ്കില് ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവരാം. എന്റെ കാലേ, അയ്യോ എന്റെ കാലേ. നേരെ നിന്ന് എതിർത്താലല്ലേടി നിനക്ക് കുഴപ്പം? സ്നേഹിച്ച് കൂടെ നിന്ന കുഴപ്പമില്ലല്ലോ. നീ നിന്റെ പണിക്ക് പോവാൻ ഇറങ്ങിയതല്ലേ? ഇന്ന് തന്നെ ഞാനത് മുടക്കി തരാടി. ഇന്ന് അത് മുടക്കും, പിന്നെ ഓരോന്നോരോന്നായിട്ട് നളിനി മുടക്കും മോളെ. അയ്യോ, സമയായല്ലോ. വെള്ളം തിളയ്ക്കുന്നുമില്ല. അല്ല മോളെ, നേരം വെളുക്കുന്നതിന് മുമ്പ് പോണെന്നല്ലേ പറഞ്ഞ? പോകുന്നില്ലേ? ഞാൻ പോവാൻ ഇറങ്ങിയതാ ചെറിയച്ച. അമ്മായിക്ക് തീരെ വയ്യ. ആർക്ക്? നളിനിക്കോ? അമ്മായി കാലുവേദനയായിട്ട് അവിടെ കിടന്ന് കരയാ. അമ്മായിക്ക് ചൂട് പിടിക്കാനാ വെള്ളം. അതെന്താ നളിനിക്ക് പെട്ടെന്നൊരു കാലുവേദന? ഞാനൊന്ന് നോക്കട്ടെ. എന്തടി എന്തടി പനങ്കിളി നിന്റെ മുറ്റത്തെ നന്മത്തെ. നളിനി! അയ്യോ എന്റെ ഭഗവാനേ, എനിക്ക് വയ്യേ. ഈശ്വരാ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണ ഭഗവാനെ? ഈ വേദന ഒന്ന് മാറ്റിത്തരാൻ ഞാൻ എന്താ ചെയ്യണ്ട? നളിനി, നീ എന്താ കാര്യം പറ. എനിക്ക് വയ്യേട്ടാ, ഒട്ടും വയ്യ. കാലിനാണോ വേദന? അതേട്ടാ, ഒട്ടും പറ്റണില്ല. എന്റെ വീടിന്റെ തൊട്ടടുത്തേ കഴിഞ്ഞ മാസം ഒരു സ്ത്രീക്ക് ഇതുപോലൊരു അവസ്ഥയുണ്ടായി. ആണോ? ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ എന്തോ മാരകമായ അസുഖത്തിന്റെ തുടക്കാണെന്നാ പറഞ്ഞേ. പാവം, കാലൊന്ന് ചെറുതായിട്ട് വെട്ടിക്കളയേണ്ടി വന്നു. കുറച്ച് കഴിയുമ്പോ നമുക്ക് ആ ഡോക്ടറെ അടുത്തൊന്ന് പോവാം. ടെസ്റ്റുകളൊക്കെ കഴിയുമ്പോ കാര്യം എന്താണെന്ന് അദ്ദേഹം പറയണം. ഞാൻ പറഞ്ഞ സ്ത്രീക്ക് കാല് മുറിച്ചു കളഞ്ഞെങ്കിലും ഇപ്പൊ സുഖമായിട്ട് ജീവിക്കാം. വേദനയും പോയി. ഏട്ടാ, ഇത് അങ്ങനത്തെ വേദനയല്ല. പിന്നെ എങ്ങനത്തെ വേദനയാ? അതിങ്ങനെ ഇങ്ങനെ ചെറിയ ചൊളിഞ്ഞു ചൊളിഞ്ഞു ചൊളിഞ്ഞിങ്ങനെ. നളിനി, ഏട്ടന്റെ കാല് പിടിച്ച് ഇന്നലെ രാത്രി ഈ വീട്ടിൽ കേറിയവളാ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും നീ പണി തുടങ്ങുന്ന അറിഞ്ഞില്ല. നിത്യമോളെ ദ്രോഹിക്കാൻ വേണ്ടി വന്നാലടി നിന്റെ വേദന. അയ്യോ എന്റെ പൊലിയേട്ടാ, ദൈവദോഷം പറയരുത്. അല്ല, സത്യമായിട്ടും. എങ്കിൽ ഞാൻ നിന്നെ പൊക്കെടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോട്ടെ. അയ്യോ, കാല് കുറിച്ച് മാറ്റാൻ. എന്റെ ഏട്ടാ, എന്റെ പൊന്നേട്ടാ, വേണ്ട ഏട്ടാ. എന്നാ എഴുന്നേക്കടി. അപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ല. എന്തിനാടി മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നേ? ചൂടുവെള്ളം. ചൂടുവെള്ളമൊന്നും വേണ്ട മോളെ. അമ്മായിയുടെ കാലിന്റെ കുഴപ്പേ ചെറിയ അങ്ങ് ശരിയാക്കി. അതെങ്ങനെ? അല്ല, ഞങ്ങള് കൂടപ്പിറപ്പുകളല്ലേ. ഒരാൾക്ക് വേദനിച്ച അതിന്റെ കാരണം മറ്റേയാൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ല, മോൾക്ക് പോകാൻ സമയമായില്ലേ? മോള് ചെല്ലേ. അമ്മായി കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മോളെ, എല്ലാം ശരിയായി. ഓ, ദൈവത്തിന്റെ അനുഗ്രഹ, പിന്നെ ഏട്ടന്റെ. അല്ലാതെ എന്തു പറയാനാ?
എന്നാ ഞാൻ പോയിട്ട് വരാം ചെറിയച്ച. ശരി ഞാൻ മോളെ, പോകുന്നു. പോവാൻ നോക്ക്. എടി, എത്ര ജന്മം കഴിഞ്ഞാലും നേരെ ആവില്ലെന്ന് തീരുമാനിച്ചിരിക്കാണല്ലേ? അത് പിന്നെ പതുക്കെ മാറാൻ പറ്റുള്ളൂ ഏട്ടാ. അതുപോലെ ഒരു അബദ്ധം പറ്റിയതാ. എന്തായാലും നിത്യമോള് കഷ്ടപ്പെട്ട് വെള്ളം തിളപ്പിച്ചല്ലേ. നീ ഇരിക്കി, ഞാൻ ചൂട് പിടിച്ചേരാം. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ. ഇരിയടി അവിടെ ഇരിക്കാൻ. എടി, ഇത് ഞാൻ നിന്റെ തലയിലേക്ക് ഒഴിച്ചേരാം. ഏട്ടാ പ്ലീസ് ഏട്ടാ, പൊള്ളിപ്പോവും ഏട്ടാ. പൊള്ളിപ്പോയ പിന്നെ എന്നെ കാണാൻ വൃത്തിയേടായിരിക്കും. ഇനി ഇതുപോലുള്ള ഏതെങ്കിലും വിദ്യകൾ കൊണ്ട് നിത്യമോളുടെ അടുത്ത് ചെന്നാലുണ്ടല്ലോ, കാര്യം തല്ലി പിടിക്കും, കൊല്ലും ഞാൻ. അമ്മേ, 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 ചായ കൊണ്ടുവാ. അമ്മേ, ചായ. ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുന്നു? ആ, അച്ഛന് ചായ കിട്ടിയോ? അമ്മ എന്നെ വിളിച്ചില്ല, ചായ തന്നൂല്ല. ഇതേ ചായ. ഇത് അച്ഛനല്ലേ? അമ്മയുടെ എടാ, നിനക്ക് ബോധമില്ലടാ. അമ്മ ഇന്ന് വെളുപ്പിന് തീർത്ഥയാത്രയ്ക്ക് പോകുന്നു പറഞ്ഞല്ലേ? അത് ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? ആ, ഇന്നുപോലെ ഞാനാ ചായയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നത്. എടുത്ത് കുടിക്ക്. ഇതെന്താ ഇത്? കടുപ്പും മധുരൊന്നും കറക്റ്റ് അല്ല അച്ഛാ. പിന്നെ പട്ടാളത്തിൽ എനിക്ക് ചായ ഉണ്ടാക്കലല്ല പണി. ഇനി അമ്മ തിരിച്ചു വരുന്നവരെ ഒരാഴ്ച ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓ, അമ്മ പോണ്ടായിരുന്നു. ഇനി ഒരാഴ്ച അച്ഛന്റെ പട്ടാളത്തിൽ കിടന്ന് നരയിക്കണം. മതി മതി കേട്ടോ. നിന്റെ അമ്മയാ നിന്നെ ഇത്രയ്ക്ക് വഷളാക്കിയത്. അല്ല, ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നിനക്ക് എന്താ വേണ്ടത്? അതും അച്ഛനാണോ? സാർ, അടുക്കളയിൽ ജോലിക്കാരെ നിർത്താന്ന് മേഡം ചൊല്ലിയാച്ച്. ആനാ സാറ് സമ്മതിക്കലേ. കുറച്ചു ദിവസം ഞാനൊന്നും നോക്കട്ടെ. എന്നാ പിന്നെ അച്ഛനൊരു ഹെൽപ്പിന്. അത് നേരാ, നീ വരൂ. ഞാനല്ല, ജ്യോതി. ആ, അവൾക്കേ ചെറിയൊരു ടെമ്പറേച്ചർ ഉണ്ട്. നീ പുറത്തു പോകുമ്പോ അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. ആടെ ശരവണ, മീനെപ്പോഴാണ് വരുന്നത്? 9 മണി സാർ. ആ, അതെന്തായാലും നന്നായി. 9 മണിക്കെങ്കിൽ 9 മണിക്ക്. ശരവണ, ഇനി ഒരാഴ്ച അമ്മ അവിടെ ഇല്ലേ? ഞാൻ കേട്ടാച്ച്. അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് അമ്മ തീരുമാനിച്ച കല്യാണം മുടക്കണം. എതുക്ക്? നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അവളുടെ പുറകെ ആയിരിക്കണം. കല്യാണം മുടക്കാനുള്ള സകല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിക്കും. ഒരു കുറവില്ലാത്ത പെണ്ണ. അന്ത മാതിരി ഒരു പെണ്ണ കടവുളെ കണ്ടുപിടിക്കല. വീണ, താൻ ശാരീരികമായി അല്പം വീക്കാണല്ലോ. ഇത് ആദ്യത്തെ പ്രഗ്നൻസി അല്ലേ? വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഉണ്ട്. നോർമലി ചിലർക്ക് കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ജ്യൂസോ മറ്റോ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ഡയറ്റീഷ്യനെ കാണാം. വേറെ കുഴപ്പമൊന്നും കാണാനില്ല. പരമാവധി മനസ്സ് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഹസ്ബൻഡ് നാട്ടിലാണോ അതോ പുറത്താണോ? എന്തുപറ്റി? അത് ഞങ്ങൾ തമ്മില്. ഇതിപ്പോ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുവോ? നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അകന്നിരിക്കുക. നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറയൂ. ചിലപ്പോൾ നിങ്ങളുടെ ഈ വഴക്ക് തീർക്കാൻ ഈ വാർത്ത ധാരാളമാകും. എന്നിട്ട് അദ്ദേഹത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക.
പ്രഗ്നൻസി കാലഘട്ടത്തിൽ അമ്മയുടെ മാനസികാവസ്ഥ, കുഞ്ഞിന്റെ ജനനം, കുഞ്ഞിന്റെ ഭാവി ഇതൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ നല്ലതിന് വേണ്ടി ട്രൈ ചെയ്യാം. ഞാൻ മരുന്ന് എഴുതിത്തരാം. അല്ല വീണ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പറയൂ. യെസ്, കമിൻ. വാ, ഇരിക്കൂ. എന്താ പറ്റിയേ? പനിയുണ്ട്. എപ്പോ തുടങ്ങി? ഇന്നലെ രാത്രി മുതൽ ചെറിയ ചൂടുണ്ടായിരുന്നു. മരുന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. പനി പടർന്നു പിടിക്കുന്ന കാലഘട്ട. പലരും പനിക്കുന്നതിന് മുന്നേ സ്വയം ചികിത്സ തുടങ്ങും. അതുണ്ടായില്ലല്ലോ. നന്നായി. ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. കഫുണ്ടോ? ഇല്ല. ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. മതി. ജ്യോതി, നീ വാ. വാട്ട് ഹാപ്പൻഡ്? തന്റെ ചികിത്സ ഞങ്ങൾക്ക് ആവശ്യമില്ലടോ. അത് തന്നെ കാര്യം. എന്താ ഏട്ടാ? നിന്നോട് വരാനാ പറഞ്ഞേ. വാ, ഇങ്ങോട്ട് വാ. ഏട്ടൻ എന്തു ഈ കാണിക്കുന്നേ? ഡോക്ടർ എന്തു വിചാരിക്കും? അയാൾ എന്ത് വിചാരിച്ചില്ല എനിക്കെന്താ. അയാളുടെ ചികിത്സ വേണ്ട നമുക്ക്. അയാൾക്ക് എന്താ കുഴപ്പം? എടി, അയാളെ എനിക്ക് മുമ്പേ അറിയാം. അയാൾ നല്ല ഡോക്ടറൊന്നുമല്ല. അയാൾ മരുന്ന് കൊടുത്ത് ഒരുപാട് പേർക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏട്ടൻ ചുമ്മാ പറയുവോ? ഞാനെന്തിനാ വെറുതെ പറയുന്നത്? എനിക്ക് നിന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ താല്പര്യമില്ല. ഇവനെ പോലുള്ളവന്മാര് വ്യാജന്മാരാണെന്ന് ആർക്കറിയാം. നീ ഇവിടെ നിൽക്ക്. ഇവിടെ വേറെ ഡോക്ടർമാരുണ്ടെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. എക്സ്ക്യൂസ് മീ. യെസ് സർ. എനിക്ക് ഡോക്ടർ മാറണം. ചെയ്തുതരാൻ പറ്റുമോ? അയ്യോ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇപ്പൊ ഗൈനക്കോളജിസ്റ്റ് അല്ലാതെ വേറെ ലേഡി ഡോക്ടേഴ്സ് ഒന്നുമില്ല. എങ്കിൽ ഗൈനക്കോളജിസ്റ്റ് മതി. അല്ല സാർ, സാധാരണ പനിക്ക്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ഗൈനക്കിന്റെ അപ്പോയിന്റ്മെന്റ് ഇതാ. വീണ, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. എനിക്ക് വേറെ പേഷ്യൻസ് ഉണ്ട്. എനിക്കിത് അബോർട്ട് ചെയ്യണം ഡോക്ടർ. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഭർത്താവ് കൂടെ ഇല്ലെന്ന് വീണ പറഞ്ഞു. ആ പ്രശ്നം പരിഹരിച്ചാ പോരെ? എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഡോക്ടർ. ഒരു ചതി പറ്റിയതാ. വീണ, ഇതൊരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മാത്രമല്ല എന്റേതായ എത്തിക്സ് ഉണ്ടല്ലോ. ഒരു അബോർഷൻ ഡിമാൻഡ് ആണെങ്കിൽ അത് ഞാൻ ചെയ്യും. പക്ഷെ അത് ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്ന് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് ചെയ്യൂ. അതർവൈസ് എനിക്കത് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ പ്ലീസ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ എന്റെ മുന്നിലുള്ളൂ. വീണയുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ മറ്റാരെങ്കിലും ഒരു കാര്യം അന്വേഷിക്കാതെ സഹായിച്ചെന്ന് വരും. പക്ഷേ ഞാൻ ചെയ്യില്ല. ഡോക്ടർ പ്ലീസ്. നോക്കൂ, എന്റെ പ്രൊഫഷനിൽ തെറ്റായ ഒരു കാര്യം ചെയ്യരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. മാത്രമല്ല വീണയുടെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥ വെച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രമിക്കുന്ന റിസ്ക് കൂടുതലാണ്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
എന്താ ഏട്ടാ? ഡോക്ടർക്ക് ആളുണ്ട്. ചില കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയും. എന്റെ കണക്കൂടലൊന്നും തെറ്റാറില്ല. എന്ത്? ഒന്നുമില്ല. ഇപ്പൊ ശരിയായല്ലോ. ഇതല്ലേ ഒട്ടും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്? നിത്യ ചേച്ചി എനിക്ക് നന്നായി പറഞ്ഞു തരുമല്ലോ. സ്കൂളിന്റെ മിസ് പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ പുകഴ്ത്തി രക്ഷപ്പെടുന്നു വേണ്ട. ക്ലാസ്സിലിരിക്കുമ്പോഴേ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാ. മിസ്സിന് ഭയങ്കര ദേഷ്യം. സംശയം ചോദിച്ചാലും ദേഷ്യം. നിത്യ ചേച്ചി അങ്ങനെയല്ലല്ലോ, സ്നേഹത്തോടെയല്ലേ പറഞ്ഞു തന്നെ. മതി മതി, ബാക്കി കൂടി എഴുതിക്കേ. നിത്യ ചേച്ചിയുടെ വീട്ടില് ചെമ്പകത്തിന്റെ മരം ഉണ്ടോ? എന്റെ വീട്ടിലില്ല, തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട്. അത് എന്നും പൂക്കോ? അതില് എപ്പോഴും നിറച്ചു പോവാം. ഇതിന്റെ അടുത്തോട്ടെ? ചൂടിയ പൂ ചൂടാൻ പാടില്ലെന്നാ പറയാ. അതൊന്നും സാരമില്ല, ഞാൻ ഇത് എടുക്കുവാ. നാളെ വരുമ്പോ നീനുമോൾക്ക് ചേച്ചി പൂവുണ്ട് തരാട്ടോ. മോളെ, ചേച്ചി ഫോണൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ. മോള് പഠിക്കേ. ഹലോ ജ്യോതി. നിത്യേച്ചി എവിടെയാ? ഞാനൊരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തോണ്ടിരിക്ക. ഞാൻ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്തു പറ്റി? ഒരു പനി. ഏട്ടനുമായിട്ട് ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ. എന്നിട്ട് ഇവിടെ വെയിറ്റിംഗാ. സാധാരണ എനിക്കെന്തെങ്കിലും അസുഖം വന്നാ ഞാൻ അമ്മയുടെ കൂടെ ഡോക്ടറെ കാണാൻ വരിക. അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാ നിത്യേച്ചിയുടെ കാര്യം ഓർത്തെ. നിത്യേച്ചിക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങ് വരാൻ പറഞ്ഞേനെ. അതിനെന്താ, വരാം മോളെ. ഏത് ഹോസ്പിറ്റലിലാ? അയ്യോ, അത് നിത്യേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഹോസ്പിറ്റൽ ഏതാ? സെന്റ് ജോൺസ് ഹോസ്പിറ്റലാ, പാലക്കാട്. ഞാൻ പെട്ടെന്ന് വരാട്ടോ. ചേച്ചി ആരാ ചേച്ചി? അതെ, ചേച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടനില്ലേ, ആ ചേട്ടന്റെ പെങ്ങളാ. മോള് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യട്ടോ. ചേച്ചി പോയിട്ട് വരാം. എവിടെ പോയിട്ട് വരുന്ന കാര്യം പറയുന്നത്? എനിക്ക് കുറച്ച് നേരത്തെ പോണായിരുന്നു. വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിലാ. ആയിക്കോട്ടെ. അത് ഇന്നത്തെ ക്ലാസ് കൂടി ഞാൻ നാളെ എടുത്തോളാം. അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നിത്യ അല്പനേരം അടുത്ത് വന്നിരുന്നാ പോലും നീനുമോൾക്ക് അതൊരു ചേഞ്ചാ. എന്റെ മോള് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞാനൊരു തർക്കം പറയേണ്ട ആവശ്യമുണ്ടോ? നിത്യ പോയിട്ട് വാ. താങ്ക് യു. ആഹാ, ചേച്ചി പോയപ്പോഴേക്ക് എഴുന്നേറ്റോ? വെള്ളം കുടിക്കാനാ അച്ഛാ. പോയിട്ട് വാ.